സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പഠിക്കണോ അതോ ഡേറ്റാ സയൻസ് പഠിക്കണോ? എന്നോട് പലരും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണിത്. മിക്കവാറും അവരെന്തെങ്കിലും ഒരു കോഴ്സിന് ചേരുന്നതിന് മുമ്പായിരിക്കും എന്നോട് ഇത് ചോദിക്കാറ്. എൻ്റെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലിക്ക് ശ്രമിക്കാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾ ഡെവലപ്മെൻറ്റ് പഠിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് ഇത് എന്നും കൂടി പറയാം. 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജോബ് മാർക്കറ്റിൽ ഡെവലപ്മെൻറ്റ് ജോലികൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഡേറ്റാ സയൻസ് ജോലികൾക്ക് വളരെ കുറഞ്ഞ ഡിമാൻഡാണുള്ളത്. രണ്ടാമത്തെ റീസൺ, നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ച് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ഡേറ്റാ സയൻസ് പഠിച്ച് അതിൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ എടുക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിങ്ങാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുക, ഒരു പോർട്ട്ഫോളിയോ, ഒരു ആപ്പ് നിർമ്മിക്കുക, അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. പക്ഷെ നിങ്ങൾ ഒരു ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. കുറച്ച് കൂടുതൽ സമയം എടുക്കേണ്ടി വരും ഇതിൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഇതിൻ്റെ എൻട്രി ലെവൽ ജോബുകളിലേക്കുള്ള കോമ്പറ്റീഷനും വളരെ വലിയ രീതിയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ജോലി നോക്കുകയാണെങ്കിൽ ഡേറ്റാ സയൻസിനേക്കാൾ നല്ലത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഡേറ്റാ സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, മാത്തമാറ്റിക്സ് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡേറ്റാ സയൻസ് തിരഞ്ഞെടുക്കാം. താങ്ക് യു.